തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിരവധി ദിക്റുകളിൽ എളുപ്പത്തിൽ പറയാവുന്നതും വലിയ മഹത്വവും പുണ്യവുമുള്ളതും ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു വാചകമാണ് ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന വാചകം. സഹോദരങ്ങൾ, ഏതൊരു നന്മ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ആരംഭിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനത്തിന് പ്രതിഫലം കൂടുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നതെന്നും ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബ മാത്രമാണ് തുടക്കത്തിൽ ബിസ്മിയില്ലാത്തതെന്നും അതിൻ്റെ കാരണം എന്തെന്നുമൊക്കെ അറിയുന്നവരാണല്ലോ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. എന്തുകൊണ്ടാണ് ബിസ്മിക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ടായത്? തസ്മിയത്ത് എന്നും ബസ്മല എന്നുമൊക്കെയാണ് ബിസ്മി ചൊല്ലുന്നതിന് പറയുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഗ്രന്ഥം വായിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പാരായണം ഞാൻ ആരംഭിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്നു. അങ്ങനെ ചൊല്ലിയാലുള്ള ഗുണമെന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ബിസ്മില്ല എന്നൊരു അടിമ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബദഅ്തു, ഞാനിത് ആരംഭിക്കുന്നത് ബിഔനില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. വബിതൗഫീഖിഹി, അവൻ്റെ മഹത്തായ സൗഭാഗ്യം കൊണ്ടാണ്. വബറകതിഹി, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിത് തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖും അനുഗ്രഹവും അള്ളാഹു അവന് കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ അതിൽ കൂടുതൽ ബറക്കത്ത് ലഭിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് എഴുത്തുകുത്തുകൾ ആരംഭിച്ചിരുന്നത് ബിസ്മി എഴുതിക്കൊണ്ടായിരുന്നു. ഒരു ഹദീസിൽ കാണാം, അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തൻ ഇലാ ഹിർക്കൽ, റോമൻ ചക്രവർത്തിയായ ഹിർക്കലിനേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹ് വറസൂലിഹി ഇലാ ഹിർക്കൽ അലീമിർ റൂം. റോമൻ ചക്രവർത്തിയായ ഹിർക്കലിന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമായ മുഹമ്മദ് ഈ കത്തെഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സബഉകാരെ എന്താണ് ഇസ്ലാം എന്നും ഇതിൻ്റെ സത്യസന്ദേശം എത്രത്തോളം ആഴമുണ്ടെന്നും പഠിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു എഴുത്ത് അയക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയത് എന്താണ്? വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നുള്ള എഴുത്താണ്. ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 30-ാമത്തെ വചനമാണ്. ഖുർആനിൽ 2 ബിസ്മി വരുന്ന സൂറത്തു കൂടിയാണ് അത്. തുടക്കത്തിലും 30-ാമത്തെ ആയത്തിലും എന്താണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നു? ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഈ എഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി കൊണ്ടാണ് എഴുത്ത് സുലൈമാൻ അലൈഹിസ്സലാം ആരംഭിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി പ്രബോധനം നടത്തി. ആളുകൾ സ്വീകരിക്കുന്നില്ലെന്ന അവസ്ഥയുണ്ടായി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ശക്തമായ മഴ പെയ്തു. അടുപ്പുകളിൽ നിന്നു പോലും വെള്ളം പൊട്ടിയൊഴുകി. അവിടെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ കപ്പലിൽ ആളുകളോട് കയറാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖാൽ, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർകബൂ ഫീഹാ, നിങ്ങൾ ആ കപ്പലിൽ കയറിക്കൊള്ളുക. ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാഹാ, ഇതിൻ്റെ നൃത്തവും ഓട്ടവും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ഇതിൻ്റെ സഞ്ചാരവും ഇതിൻ്റെ നിയന്ത്രണവും റബ്ബിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിൽ കയറാൻ പറയുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് നന്മയിൽ തടസ്സം നിൽക്കുന്ന പിശാചിനെ, നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചിനെ, നമ്മെ എല്ലാ തെറ്റുകളിലേക്കും കൊണ്ടെത്തിക്കുന്ന നമ്മുടെ വർഗശത്രുവായ മുഖ്യശത്രുവായ പിശാചിനെ അടിച്ചിരുത്താൻ പറ്റുന്ന
അവന്റെ കെണികളിൽ നിന്ന് രക്ഷ നൽകുന്ന വാചകമാണ് ബിസ്മില്ലാ എന്ന വാചകം. പിശാചിനെ ചെറുക്കാനുള്ള, അവന്റെ കുതന്ത്രങ്ങളെ തകർക്കാനുള്ള, അവന്റെ ദുഷ്പ്രേരണകളെ തച്ചുടക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് ബിസ്മില്ലാ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തൻ്റെ യാത്രാ മൃഗത്തിൻ്റെ പിന്നിലിരുന്ന് ഒരാൾ യാത്ര പോവുകയാണ്. പെട്ടെന്ന് ആ യാത്രാമൃഗം അവിടെ കിടന്നു വീണു. ആ സമയത്ത് ആ വ്യക്തി, ആ സ്വഹാബി പറഞ്ഞു, തഇസ ശൈത്വാൻ, പിശാച് നശിക്കട്ടെ, എന്താണ് ഈ മൃഗത്തിന് പറ്റിയത് എന്ന നിലക്ക് പിശാച് ശപിക്കട്ടെ എന്ന്, പിശാച് നശിക്കട്ടെ എന്ന് ആ സ്വഹാബി പറയുകയാണ്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്വാൻ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രയാസം തോന്നിയാൽ പിശാച് നശിക്കട്ടെ എന്ന് നീ പറയരുത്. ഫഇന്നക ഇദാ ഖുൽത, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ദാലിക തആലമ ഹത്താ യകൂന മിസൽ ബൈത്ത്, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തആലമ, പിശാച് വലുതാകും, ഹത്താ തകൂന മിസൽ ബൈത്തി, ഒരു വീട് പോലെ പിശാച് അങ്ങ് വലുതാകും. ഫയഖൂലു, അവൻ പറയും, ബി ഖുവ്വത്തി, എൻ്റെ ശക്തി, അവർക്ക് പേടിയുണ്ട്, എന്നെ അവർ പേടിക്കുന്നുണ്ട് എന്ന നിലക്ക് പിശാച് കൂടുതൽ ആളാകും, വലിയവനാകും. അതുകൊണ്ട് പിശാചിൽ നിന്ന് ഉപദ്രവം തോന്നിയാൽ നീ പറയേണ്ടത് വലാകിൻ ഖുൽ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് നീ പറയുക. ഫഇന്നക ഇദാ ഖുൽത, അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ, തസാഗറ, പിശാചങ്ങ് ചെറുതാകും, ഹത്താ യകൂന മിസ്ലദ്ദുബാബ്, ഈച്ചയെപ്പോലെ പിശാചങ്ങ് ചെറുതാകും. എന്താ സഹോദരങ്ങളെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിശാചിനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റും. പിശാചങ്ങ് ചെറുതായി ചൂളിപ്പോകും. സഹോദരങ്ങളെ, ഏറ്റവും വലിയ മന്ത്രമാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാ എന്ന വാചകം. റുഖിയ ശർഇയ്യ, മതം അനുവദിച്ചിട്ടുള്ള മന്ത്രമാണ് ബിസ്മില്ലാ എന്ന വാക്ക്. സഹോദരങ്ങളെ, നമ്മൾ വേദന വരുമ്പോൾ എന്തൊക്കെ ചെയ്തു നോക്കും? വേദനയുള്ള ഭാഗത്ത് അമർത്തിപ്പിടിക്കും, പല മരുന്നും വാങ്ങിക്കഴിക്കും, ഗുളിക കഴിക്കും, പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ നമ്മൾ നിർവഹിക്കും, പലരോടും നമ്മളത് പറയും, എവിടെയും നമ്മൾ പോകും. വ്യത്യസ്ത വേദനകൾ അനുഭവിക്കുമ്പോൾ വിവിധ രൂപത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന അന്നു മുതൽ അദ്ദേഹത്തിനൊരു വേദന തുടങ്ങി. അദ്ദേഹം പറയുന്നുണ്ട്, ശക്കായില നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫി ജസദിഹി മുൻദു അസ്ലമ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച അന്നു മുതൽ തുടങ്ങിയ ഒരു വേദനയെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ഫഖാല ലഹു, അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലഅ യദക അലല്ലദി തഅല്ലമ മിൻ ജസദിക, എവിടെയാണോ നിനക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് നിന്റെ കൈ നീ വെക്കണം. വഖുൽ, എന്നിട്ട് നീ പറയണം, ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. വേദനയുള്ള ഭാഗത്ത് കൈവച്ച് അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് നീ 3 തവണ ആവർത്തിച്ച് പറയുക. വഖുൽ സബ്അ മർറാത്ത്, എന്നിട്ട് നീ 7 തവണ പറയണം, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. നിന്റെ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാ എന്ന് 3 തവണ പറഞ്ഞിട്ട് 7 തവണ നീ പറയണം, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ മുഴുവൻ ശക്തികളെ കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന്, ഈ പേടിയിൽ നിന്ന് ഞാനിതാ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് നീ പറയണം. അദ്ദേഹം പറയുകയാണ്, ഞാൻ അപ്രകാരം ചെയ്തു, പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടേയില്ല. സഹോദരങ്ങളെ, ദീൻ പഠിപ്പിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രമാണ് ബിസ്മില്ലാ എന്ന വാചകം. ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് മാറിപ്പോകും എന്നതിന് വേറെയും ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ കേട്ടു പരിചയിച്ച സംഭവമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിശാചു പറയും, ഇന്ന് നമുക്കിവിടെ കിടക്കാൻ ഇടമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി ബിസ്മി ചൊല്ലിയാൽ പിശാചു പറയും, ഇന്നിവിടെ ഭക്ഷണവുമില്ല. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കാതെ ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിശാച് മറ്റു പിശാചുക്കളോട് പറയുമത്രേ, അദ്റക്തുമുൽ മബീത്ത്, അദ്റക്തുമുൽ മബീത്ത്, ഇന്നിവിടെ രാത്രി കിടക്കാൻ സ്ഥലമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി ബിസ്മി ചൊല്ലുന്നില്ലെങ്കിൽ പിശാചു പറയും, അദ്റക്തുമുൽ അശാ, ഇന്നിവിടെ രാത്രി ഭക്ഷണവുമുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ആരംഭിക്കുന്നതെങ്കിൽ
അവന് അതിലൂടെ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഓരോ കാര്യത്തിലും പ്രത്യേകം ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതും, സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ, ഫകുഫു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ ചെറിയ കുട്ടികളെ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കണം. ഫഇന്ന ശയാതീന തൻതശിറു ഹീനഇദിൻ, അന്നേരം പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല എന്ന് അവിടുന്ന് പറഞ്ഞു. റസൂലുള്ള പറയുകയാണ് തുടർന്ന്, ഫഅഗ്ലിഖുൽ അബ്വാബ്, നിങ്ങൾ വാതിലുകൾ അടക്കണം. വദ്കുറുസ്മല്ലാ, ബിസ്മി ചൊല്ലിക്കൊണ്ട്, ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വാതിലുകൾ കതകുകൾ അടക്കണം. ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലക്കൻ, കാരണം ബിസ്മി ചൊല്ലി അടച്ച വാതില് പിശാചിന് തുറക്കാൻ കഴിയൂല. വഔഖു ഖിറബക്കും, കിണറുകൾ, വെള്ളപാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം. വദ്കുറുസ്മല്ലാ, അപ്പോഴും നിങ്ങൾ ബിസ്മി ചൊല്ലണം. വഖമ്മിറു ആനിയതക്കും, എല്ലാ പാത്രങ്ങളും നിങ്ങൾ മൂടി വെക്കണം. വദ്കുറുസ്മല്ലാ, നിങ്ങൾ ബിസ്മി ചൊല്ലണം. തീ അണക്കണം, ബിസ്മി ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാന്റെ നാമം പറഞ്ഞിട്ട് നിങ്ങൾ അതാണ് ചെയ്തോളി. വാതിലടക്കുമ്പോൾ, പാത്രം മൂടുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ബിസ്മി ചൊല്ലിയാൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, രാവിലെ ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, 2 ഹദീസുകളിൽ 2 രൂപത്തിൽ വന്നു. ഒന്ന്, ലം യുസിബുഹു ഫുജ്അത ബലാഹ്, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അവനെ ബാധിക്കുകയില്ല, താങ്ങാനാകാത്ത ബുദ്ധിമുട്ടുകൾ അവനെ ബാധിക്കുകയില്ല. എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത കീർത്തനങ്ങളിൽ 3 തവണ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ദിക്റാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, അത്തരത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് ആകാശഭൂമികളിലുള്ള ഒരു ജീവിയും അവനെ ഉപദ്രവിക്കുകയില്ല എന്നാണ് ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന, പിശാചിൻ്റെ മോചനം ലഭിക്കുന്ന കാര്യമാണ് എന്നർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് ഇഷ്തഖൈത, ഓ പ്രവാചകരെ, താങ്കൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ട്. ഖാല, അപ്പോൾ ജിബ്രീൽ പറയാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ. അള്ളാഹുവിൻ്റെ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ മന്ത്രിക്കുകയാണ്, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പ്രവാചകന്റെ വിഷമം മാറുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴായി ചൊല്ലുന്ന ബിസ്മില്ല എന്ന ഒരു വാചകം അതൊന്ന് മനസ്സറിഞ്ഞ് അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചു ഞാൻ ചൊല്ലേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളത് ചൊല്ലേണ്ടത്. ഏതാനും ചില സന്ദർഭങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്ന്, വുളു എടുക്കുമ്പോഴാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വുളൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, ബിസ്മി ചൊല്ലാത്തവൻ്റെ വുളു പൂർണ്ണമല്ല, അവൻ്റെ വുളുവിന് കുറവുകളുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിലരൊക്കെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഓരോ ദിക്റുകൾ ചൊല്ലുന്നതായി കാണാം. അതൊന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്നും നമ്മൾ ദീനിൽ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതുകൊണ്ട് മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ, തല തടവുമ്പോൾ ഇങ്ങനെ വെവ്വേറെ ദിക്റുകളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വുളു തുടങ്ങും മുമ്പ് ബിസ്മില്ലാ എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി അവനങ്ങ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ മലക്കുകൾ പറയുമത്രേ, നീ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ കാവലിലാണ്. ഇത് കേട്ട് പിശാജ് മറ്റു പിശാചുക്കളോട് പറയും, ഫയഖൂലു ശൈത്വാനു ലി ശൈത്വാനിൻ ആഖർ കൈഫ ലക ബിറജുൽ ഖദ് ഹുദിയ വകുഫിയ വഉഖിയ. അള്ളാഹിൻ്റെ മാർഗത്തിലായ സന്മാർഗത്തിലുള്ള കാവലിലുള്ള ഒരാളെ നമുക്കെങ്ങനെ വഴിതെറ്റിക്കാൻ കഴിയും എന്ന് പിശാജ് നിരാശ പ്രകടിപ്പിക്കും.
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തേത് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാണ്. അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മതിക എന്നു മാത്രമല്ലാതെ ചില ഹദീസിൽ നമുക്ക് കാണാം ബിസ്മില്ലാ വസ്സലാത്തു അലാ റസൂലില്ലാ അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മതിക. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. അല്ലാഹു മഫ്തഹലി അബുവാബ റഹ്മതിക, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണമേ. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്നത് നാം നേരത്തെ തന്നെ സൂചിപ്പിച്ച ഹദീസുകളിലുണ്ട്. സഹോദരങ്ങളെ, രാത്രി ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബിസ്മി ചൊല്ലി വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊന്ന് കുടഞ്ഞിടണം എന്ന് അവിടുന്ന് പറഞ്ഞു. ഇദാ ആവാ അഹദുക്കും ഇലാ ഫിറാശിഹി, ആരെങ്കിലും തൻ്റെ വിരിപ്പിലേക്ക് അഭയം പ്രാപിച്ചാൽ ഫല്യഖുദ് ദാഖിലത ഇസാരിഹി, ആ വിരിപ്പിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ തുമ്പിൽ അവനൊന്ന് പിടിക്കട്ടെ. ഫലൻഫുൽ ബിഹാ ഫിറാശഹു, അവനത് തട്ടിക്കുടഞ്ഞിടട്ടെ. വൽയുസമ്മില്ല, അപ്പോഴും അവൻ ബിസ്മി ചൊല്ലട്ടെ. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വിരിപ്പിലേക്ക് അവൻ പോകട്ടെ. കാരണം എന്തെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞാൽ അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും പറയാനുള്ള വാചകം എന്താ? ബിസ്മില്ലാ വഅലാ സുന്നത്തി റസൂലില്ലാ, ബിസ്മില്ലാ വഅലാ സുന്നത്തി റസൂലില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ എന്നാണ് ചില ഹദീസുകളിലുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പ്രവാചകന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഇതാ ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ജീവിയെ അറവ് നടത്തുകയാണെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലിമൃഗത്തെ അല്ലെങ്കിൽ അറവ് മൃഗത്തെ അറുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, എത്രത്തോളം മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ബിസ്മി ചൊല്ലണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പായി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതാ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ തൻ്റെ ആവശ്യ നിർവഹണത്തിനായി ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ശത്രുമാ ബൈനൽ ജിന്നി വ ഔറാത്തി ബനി ആദം, മനുഷ്യൻ്റെയും പിശാചുക്കളുടെ കണ്ണുകളുടെയും മനുഷ്യൻ്റെ ഔറത്തിൻ്റെയും ഇടയിലുള്ള മറ ഇതാ ദഖലൽ കനീഫ്, ബാത്റൂമിൽ കയറിയാൽ അയ്യഖൂല ബിസ്മില്ലാഹ്, ബിസ്മില്ലാ എന്ന് ചൊല്ലലാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കയറിയതെങ്കിൽ ശൈത്വാൻ അവൻ്റെ നഗ്നത കാണില്ല, അവന് ഉപദ്രവമുണ്ടാകില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം കാന ഇദാ ദഖലൽ കനീഫ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലായിൽ ബാത്റൂമിൽ പ്രവേശിച്ചാൽ ഖാല പറയും ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ അങ്ങോട്ട് കയറിപ്പോയത് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സമയത്തു പോലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മത്തിന് മുതിരേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് അവൻ ചൊല്ലണം ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ പിശാചിൽ നിന്ന് നീ എന്നെ അകറ്റണമേ, ഞങ്ങൾക്ക് തരുന്ന മക്കളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടേണ്ടത് എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിസ്മില്ല എന്ന ബസ്മലയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഏതൊരു ചെറിയ പുണ്യകർമ്മത്തെക്കുറിച്ച് അറിയുമ്പോഴും
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടവനാണ് അവനെന്നും നമുക്കൊക്കെ പറയാൻ എളുപ്പമുള്ള, നമ്മളെപ്പോഴും പറയാറുള്ള ബിസ്മില്ല എന്ന വാചകത്തിൻ്റെ മഹത്വവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിശാചിനെ അകറ്റി നിർത്താൻ പറ്റുന്ന ഇസ്ലാമിലെ മന്ത്രമാണ് ബിസ്മില്ല എന്ന വാചകം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ബിസ്മില്ല എന്ന് ചൊല്ലാനാണ് അവിടുന്ന് പറഞ്ഞത്. തൻ്റെ നഗ്നത പിശാചുക്കൾ കാണാതിരിക്കാനുള്ള മാർഗം ബിസ്മി ചൊല്ലലാണെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഒരുപക്ഷെ എന്തിനാണ് ഈ ഒരു വാചകത്തെക്കുറിച്ച് മാത്രം ഒരു ഖുതുബ എന്ന് നാം ചിന്തിക്കുന്നുണ്ടായേക്കാം. സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലുന്ന, നമ്മൾ പറയുന്ന ഒരു ഒറ്റ വാചകമാണ് ഇതെങ്കിലും ഇങ്ങനെ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമുക്കിത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇന്ന് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയോ? ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നാം ചൊല്ലാതെ പോകുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇമാമ് നിൽക്കുമ്പോഴാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ഓരോ റക്അത്തിലും അവൻ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. പക്ഷെ ചിലരെങ്കിലും മനസ്സിലാക്കിയത് അങ്ങനെ ഓതുന്നില്ല എന്നാണ്. ചിലരൊക്കെ മനസ്സിലാക്കിയത് അത് ഉറക്കെ ഓതണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഓതുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഉറക്കെ ഓതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് പല്ലവി, പ്രവാചകന്റെ പതിവ് രീതി പതുക്കെ ഓതുക എന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലൈതു വറാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. കാനു യുസിറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരെല്ലാം ബിസ്മി പതുക്കെയാണ് ചൊല്ലിയിരുന്നത്. വകാനു ലാ യജ്ഹറൂൻ, അവർ ഉറക്കെ ചൊല്ലാറുണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ബിസ്മി ചൊല്ലണം എന്നതും പ്രവാചക ചര്യയാണ്, അത് പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്നതും പ്രവാചക ചര്യയാണ് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ നിലക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ നാമത്തിൽ പുണ്യകർമ്മങ്ങൾ ആരംഭിക്കാനും അങ്ങനെ അതിൽ ഹൈറും ബറക്കത്തും ലഭിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം യാ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.